Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു തവണ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ഇനി അവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചു. പക്ഷെ പല സാഹചര്യങ്ങളിലും അത് വീണ്ടും വീണ്ടും വരുന്നു. പക്ഷെ ആ റിലേഷൻഷിപ്പ് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാടെ കട്ട് ഓഫ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് അവരെ കുറിച്ച് ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യണം. നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മൂവ് ഓൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ പല ഫങ്ഷൻസോ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസോ ഉണ്ടായിരിക്കും. അതായത് ആ വ്യക്തിയെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കും ആ വ്യക്തി വന്നേക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടായേക്കാം എന്ന് തോന്നുന്ന കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ കാര്യം, റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ആയി ആ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ല, റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഇങ്ങനെയുള്ള കേസിലാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറയാനുണ്ടായിരിക്കും. ഒന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ഒന്ന് മനസ്സ് പീസ്ഫുൾ ആയേനെ എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം അത് വീണ്ടും തിരിച്ച് പണിയായി വരുമോ എന്ന് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എഫക്റ്റീവായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ആ കാര്യം ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾ ആരോടാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ആരോടാണോ പറയാനുള്ളത് ആ വ്യക്തിയെ മെൻഷൻ ചെയ്തുകൊണ്ട് ജസ്റ്റ് എന്താണോ പറയാനുള്ളത് എന്ന് വെച്ചാൽ അത് ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതുക. അത് അവർക്ക് അയച്ചു കൊടുക്കുകയോ വേണ്ട, നിങ്ങൾക്കത് എഴുതി കഴിഞ്ഞതിന് ശേഷം കീറിക്കളയുകയോ കത്തിച്ച് കളയുകയോ ചെയ്യാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരാളോട് സംസാരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഓക്കെ ആയി എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഫോട്ടോസും അവരയച്ച മെസ്സേജസും ഒക്കെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവരെ മറക്കണം, മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുകയും ചെയ്യും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവരയച്ച മെസ്സേജസോ അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോസോ ഒക്കെ എടുത്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ നമ്പറും അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ച പോലെ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് പോലെ അവരുടെ ഫോട്ടോസും അവരുടെ മെസ്സേജസും അവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ലീവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഇനി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ മറന്ന് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇനി വേണ്ട എന്ന് വെച്ചുകൊണ്ട് മൂവ് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് പറയാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ മൈൻഡിലുണ്ടായിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഗീവ് ചെയ്യാതിരിക്കരുത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ദേഷ്യമോ വെറുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ ഹോൾഡ് ചെയ്യാതിരിക്കുക. നിങ്ങളോട് സ്വയം ഫോർഗീവ് ചെയ്യുക. അതുപോലെ തന്നെ അവർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളാണ് ഇതിന് കാരണമായി, അതായത് ബ്രേക്കപ്പിന് കാരണമായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് അവരോട് ഫോർഗീവ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. അതേപോലെ തന്നെ പലപ്പോഴും നമുക്ക് അവരോട് വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം വരുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് കൊണ്ടും ആ ഒരു കാര്യം ബ്രേക്കപ്പിലേക്ക് ലീഡായത് കൊണ്ടുമായിരിക്കും. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ കാര്യമല്ലല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്. അതിനു മുമ്പ് ആ റിലേഷൻഷിപ്പിൽ നിന്നിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ലെസൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടായത് ആ വ്യക്തിയുടെ കൂടെ നിന്നപ്പോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ റീസൺ വെച്ചുകൊണ്ട് അവരോട് ദേഷ്യമോ വെറുപ്പോ വെക്കാതെ ഫോർഗീവ് ചെയ്യുക, ബി ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക ആ ഒരു ഡേയ്സിന് അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസിന്. ഫൈനലി, ലൈഫിനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ബിസി ഷെഡ്യൂൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക, പുതിയ സ്കില്ലുകൾ പഠിക്കാൻ നോക്കുക, നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക, പുതിയ ഫ്രണ്ട് സർക്കിളൊക്കെ മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. സോ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിനെ കുറെ കൂടി ബിസി ആക്കി വെക്കുക, വളരെ എഫക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വെറുതെ ഒരുപാട് നേരം ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് സങ്കടപ്പെടുന്നതിനുള്ള ഒരുപാട് കാരണങ്ങൾ ഇപ്പോഴായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ ബിസി ലൈഫ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ദിവസത്തിനെയും കുറെ കൂടി ബിസിയാക്കി
കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ ഇനി കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നൊക്കെ വിചാരിച്ച ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്